ഹായ് എവ്രി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് നമ്മുടെ സിനിമ ഒരുപാട് കുഞ്ഞതും പിന്നെ നോട്ടബിൾ ആയ കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്ത ഒരാളാണ്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ചെയ്ത 2-3 പ്രോജക്ട്സ് റിലീസ് ആവാൻ നിൽക്കുന്നു എന്നുള്ള ഒരു കുഞ്ഞു വിശേഷം കൂടിയുണ്ട്. അപ്പൊ ഇന്നിപ്പോ നമ്മുടെ ഒപ്പം ഇപ്പൊ രതീഷ് കൃഷ്ണ എന്നൊരു നടനെ പറ്റി കൂടുതൽ അറിയാനാണ് നമ്മൾ ഈ ഒരു ഇന്റർവ്യൂയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ തുടങ്ങുന്നതിന് മുന്നേ ഫസ്റ്റ് തന്നെ നമുക്ക് രതീഷ് കൃഷ്ണനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു ബ്രീഫ് തരാം. ലൈക്ക് എന്തൊക്കെ ചെയ്തു, പേഴ്സണൽ ലൈഫും എങ്ങനെയൊക്കെയാ അതല്ലേ? ഞാൻ എല്ലാരും പറയുന്ന പോലെ കൊച്ചുനാള് പോലെ എന്നുള്ളൊരു സാധനം ഉണ്ട്. കാരണം 4-ാമത്തെ വയസ്സ് തൊട്ട്, ടു ബി വെരി പ്രിസൈസ്, 4-ാമത്തെ വയസ്സിൽ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് അടിച്ച് നിൽക്കുന്ന സമയത്ത് ജഡ്ജസ് ചോദിച്ച ആ ചോദ്യത്തിന്റെ ഒരു വാല് പറ്റിയാണ് ഞാനിപ്പോ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, എന്താണ് മോനെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് എനിക്ക് നായക നടനാണോ, ഹീറോ എന്നുള്ള രീതിയിലാണ്. നമ്മള് ചെറുപ്പത്തില് ഇങ്ങനെ ചോദിക്കലോ, നിനക്ക് എന്താണ് ആവേണ്ട ആഗ്രഹം? അല്ല, അന്ന് മെയിൻ ആയിട്ട് ഈ സ്റ്റണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഹീറോസ് ആ രീതിയാണെന്നുള്ളത് വെച്ചിട്ടാണ് ഹീറോ ആവണമെന്നാ പറഞ്ഞത്. അങ്ങനെ അതെന്തായാലും ഭാവിയിൽ അതങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു. അന്ന് പോലെ മിമിക്രി, മോണോ ആക്ട്, എക്സ്റ്റംബർ സ്പീച്ച്, ബോക്സിംഗ്, കളരിപ്പയറ്റ്, അങ്ങനെ കുറെ പരിപാടികളുണ്ട്. ബഹുമുഖ പ്രതിഭ എന്നൊക്കെയുള്ള അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്റെ സ്കൂളിൽ തന്നെ കലാപ്രതിഭ പരിപാടി ഒരു 14 വർഷത്തെ അതന്നെ 14 years ഓഫ് റിലേഷൻഷിപ്പ് വിത്ത് ദാറ്റ് സ്കൂൾ, ദേവമാത ജൂനിയർ ട്രിനിറ്റി ലൈസിയം. അങ്ങനെ ഒരു 14 വർഷം LKG തൊട്ട് +2 വരെ ഉള്ളതിനകത്ത് ഒരു 7-8 വർഷവും കലാപ്രതിഭ ഞാൻ തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ നമ്മൾ കൾച്ചറൽസിനൊക്കെ പുറത്തു പോകുമല്ലോ, പുറത്തു പോകുമ്പോൾ അങ്ങനെയുള്ള കോമ്പറ്റീഷൻ, മിമിക്രി, മോണോ ആക്ട്, ആക്ടിങ് വൈസ്, ലൈക്ക് അതൊക്കെ അവിടെ നിന്നൊക്കെയാണ് തുടക്കം. അപ്പൊ ഇപ്പൊ ചെയ്ത് വെച്ച ഒരുപാട് കഥാപാത്രം ഉണ്ടെങ്കിലും ഭയങ്കര നോട്ടബിൾ അല്ലെങ്കിൽ ഭയങ്കര ഡിയറസ്റ്റ് ആയിട്ട് തോന്നിയ ഒരു കഥാപാത്രം ഏതാണ്? അത് വില്ലൻ എന്നുള്ള രീതിയിലാണെങ്കിൽ എനിക്ക് സൽമാനെ ഭയങ്കര ഇഷ്ടമാണ്, അബ്രാമിന്റെ സന്തതി. കാരണം ആ സിനിമ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഉള്ള എല്ലാ കൊള്ളരായ്മകളും സൽമാനാണ് ചെയ്യുന്നത്. സൽമാൻ ആണ് നിർബന്ധിച്ച് മമ്മൂക്കയുടെ മമ്മൂക്കയുടെ അനിയന് നിർബന്ധിച്ച് കൊക്കൈൻ കൊടുക്കുന്നതായാലും മുടി പറിച്ച് തെളിവ് വെക്കുന്നതായാലും എല്ലാം ചെയ്തേക്കുന്ന പുള്ളിയാണ്. പക്ഷെ അപ്പാവി നിൽക്കുന്നതൊക്കെ നിൽക്കുന്നത്. അന്ന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു, ഇച്ചായാന്ന് പറഞ്ഞ് എന്നിട്ട് അടുത്ത ട്രാൻസ്ഫോർമേഷനിൽ പുള്ളിയുടെ നെഞ്ചത്തി ഓട്ടിയിട്ടാണ് പറഞ്ഞത്, താൻ എന്താന്ന് വെച്ചാൽ കാണിക്കണോ, ആ ഒരു പുല്ലും ചെയ്യാൻ പോകുന്നില്ലെന്നൊക്കെ പറയുന്ന സാധനം എനിക്കത് ഭയങ്കരമായിട്ട് അതും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാള് പുള്ളിയാണ് ഒരു അവസരം തന്നത്. എങ്ങനെയായിരുന്നു അങ്ങനെ കിട്ടിയത്? അത് ഒരുപാടത്ത് പറഞ്ഞിട്ടുള്ളതാണ്. വാട്സപ്പ് വഴി നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു മുത്തുഗു ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടായാലും ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഇത്ര നാൾ നമ്പർ ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് അനുഗ്രഹം വേണമെന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് അയക്കുന്നതിലാണ് തുടങ്ങുന്നത്. പിന്നെ അവിടുന്ന് ഒരു ഓൾ ദി ബെസ്റ്റ് വരുന്നത്. പിന്നെ അത് പതുക്കെ അങ്ങനെ കൂടുതലൊന്നുമില്ല, 10 സെക്കൻഡ് 20 സെക്കൻഡ് ഞാൻ എൻഗേജ് ചെയ്യിപ്പിക്കത്തില്ല. കാര്യം പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് അന്നേരം ഓടി പോവുക എന്നുള്ളൊരു പരിപാടിയായിരുന്നു. പിന്നെ പതുക്കെ ബാംഗ്ലൂർ എവിടെയാണെന്നൊക്കെ ആദ്യമായിട്ടൊരു മെസ്സേജ് വന്നു. അങ്ങനെ അത്യാവശ്യം കണക്ട് ചെയ്ത് അങ്ങനെ വന്നൊരു അവസരമാണ്. അപ്പൊ എന്നാലും ആ ഒരു ക്യാരക്ടർ ഫസ്റ്റ് കിട്ടിയപ്പോ ഉണ്ടായിരുന്ന ഒരു ഫീലിങ്സ് എന്തായിരുന്നു? ലൈക്ക് മമ്മൂക്ക വഴി ഒരെണ്ണം കിട്ടുക എന്ന് പറയുമ്പോ തന്നെ ഒരുപാട് പേര് ആഗ്രഹമാണല്ലോ. I was in cloud 9. എനിക്കൊരിക്കലും വിശ്വസിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഞാൻ ഒരാഴ്ചയൊക്കെ സ്ഥിരമായിട്ട് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, അളിയാ എന്നെ മമ്മൂക്ക റെഫർ ചെയ്തിടാന്നൊക്കെ പറഞ്ഞു വിളിച്ച് കൂട്ടുകാർ. ഡെഫിനറ്റ്ലി അത് ഒട്ടും വിശ്വാസം ഇല്ലായിരുന്ന സമയത്ത് അപ്പൊ AD ശ്രീകുമാർ എന്ന് പറഞ്ഞ ചേട്ടനാണ് ആദ്യമായിട്ട് എന്നെ വിളിക്കുന്നത്. പുള്ളിയായിരുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ. അപ്പൊ ഇങ്ങനെ ഇതാണ് മമ്മൂക്ക പറഞ്ഞിട്ട് വിളിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏത് എങ്ങനെ പറഞ്ഞാൽ നമ്മളെ ആക്കാൻ വേണ്ടി വിളിക്കുകയാണെന്നുള്ളൊരു സാധനമുണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ട് അല്ല മമ്മൂട്ടി സാറ് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പൊ എനിക്ക് ആ ഒരു ഇച്ചിരി സീരിയസ്നെസ്സിലാണ് പറഞ്ഞത്. മനസ്സിലാവും അവൈലബിൾ ആണ് എന്നുള്ള ലെവലിൽ നിന്നിട്ട് പിന്നെ കൂട്ടുകാർ പിന്നെയും പറയാൻ തുടങ്ങി, ഇത് ആരാണ്ട് പറ്റിക്കാൻ വേണ്ടിയുള്ളതാണ്.
അപ്പൊ അവസാനം വേറൊരുത്തം തന്നെ പറഞ്ഞ രേഷേട്ടാ അങ്ങനെയാണ് രേഷേട്ടൻ ഡയറക്റ്റ് ആയിട്ട് മമ്മൂക്കി എടുത്ത് ചോദിച്ചു എന്തായാലും മെസ്സേജിന് റിപ്ലൈ ഉണ്ടല്ലോ. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന് ഇക്ക പറഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചിട്ട് യെസ് എന്നുള്ളൊരു തംസ് അപ്പ് വന്നു. അപ്പോഴത്തേക്ക് പിന്നെ പോയി ഫ്യൂസ് അടിച്ചു പോയ ലെവലായിരുന്നു. ഭയങ്കരമായിട്ട് ഇമോഷണലായി. എന്തോ ഇത്രയും നാള് കാത്തു നിന്ന് ഇതിനു വേണ്ടി ആയിരുന്നു. അങ്ങനെയാണ് അതിന്റെ ഒരു പരിപാടി.